ഇപ്പോൾ ഈ വോട്ടിംഗ് മെഷീനെതിരെ സമരം തുടങ്ങി വെച്ച ഭാനു പ്രതാപ് സിംഗും അതേപോലെ തന്നെ സുപ്രീം കോടതിയിലത്തെ മറ്റൊരു അഭിഭാഷകനായിട്ടുള്ള മഹമ്മൂദ് പ്രാച്ചിയും ഈ രണ്ടു പേരും ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് MP-മാരാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കും, ഈ രണ്ട് വ്യക്തികളും തുടങ്ങി വെച്ച ഈ ഒരു സമരം ഈ വോട്ടിംഗ് മെഷീനെതിരെയാണല്ലോ, പിന്നെ എങ്ങനെയാണ് ഇതേ വോട്ടിംഗ് മെഷീനിൽ കൂടെ മത്സരിച്ച് ജയിക്കാം എന്ന് ഇവർ വ്യാമോഹിക്കുന്നത് എന്ന് ആരായാലും സംശയിക്കും. അപ്പോൾ ആ സംശയത്തിന് മറുപടി ആയിക്കൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള മഹമ്മൂദ് പ്രാച്ച ഒരു പത്രസമ്മേളനം തന്നെ നടത്തി. ആ പത്രസമ്മേളനത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്തു തരാൻ പോവുകയാണ്. കാരണം അതിൽ ഒരുപാട് സുപ്രധാനമായ കാര്യങ്ങൾ നമ്മൾ കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതായത് എന്തുകൊണ്ടാണ് ഈ വോട്ടിംഗ് മെഷീനിൽ വിശ്വാസം ഇല്ലാതെ പോലും ഇതേ വോട്ടിംഗ് മെഷീൻ കൊണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മഹമ്മൂദ് പ്രാച്ച മത്സരിക്കുന്നത് എന്ന് വിശദമാക്കി തരാണ്. നമുക്ക് ആ കാരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ईवीएम का नाम लेते ही जिक्र करते ही सरकार ने YouTube और दूसरे जो प्लेटफॉर्म्स हैं उनके ऊपर भी दबाव बना के आपके वीडियोस तक को डिमोनेटाइज और आपके ऊपर भी प्रेशर बनवाना शुरू कर दिया है. മുമ്പ് തുടങ്ങുന്നത് തന്നെ ഈ ഒരു സംഗതി പറഞ്ഞിട്ടാണ്. അതായത് വോട്ടിംഗ് മെഷീനെ കുറിച്ച് സംസാരിച്ച ഉടനെ തന്നെ ഓടി വന്നിട്ട് ഈ യൂട്യൂബർമാരുടെ ചാനൽ നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ മോദി സർക്കാർ നടത്തുന്നത് എന്നതാണ് മൂപ്പർ പറയുന്നത്. ईवीएम के खिलाफ मुहिम में पॉलिटिकल पार्टीज ने सड़क पे आने में हमारा साथ नहीं दिया, वरना ईवीएम पहले ही रुक जाती. मैं आपको पूरे दावे के साथ ये बात कह रहा हूँ. പിന്നെ രണ്ടാമതായി മൂപ്പർ പറയുന്നത്, അതായത് ഈ ഒരു വോട്ടിംഗ് യന്ത്രത്തിനെതിരെയുള്ള ഈ സമരത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ കൂടെ നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനം ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടാക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം എല്ലാവരും ഒന്നിച്ചു നിന്നാൽ സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒരു തീരുമാനം എടുക്കണമല്ലോ. പക്ഷെ പ്രതിപക്ഷ പാർട്ടിക്കാർ നിൽക്കാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കാഞ്ഞത് എന്ന് കൂടി മുമ്പ് പറയുന്നുണ്ട്. मेरे जैसा कैंडिडेट वहां कोई है ही नहीं. क्योंकि समाजवादी पार्टी और दूसरी ऑपोजिशन पार्टीज को पुलिस उनके वर्कर्स को कैंपेन करने के लिए घरों से बाहर नहीं निकलने देती. तो इस हालात में कोई भी व्यक्ति अगर पब्लिक वोट भी देना चाहे तो पब्लिक को वोट देने के लिए घर से बाहर नहीं निकलने देती पुलिस. तो ऐसे हालात में कोई मेरे जैसा व्यक्ति है जो जाना जाता है इस बात के लिए, जो संविधान और कानून के रास्ते से पुलिस प्रशासन को संविधान और कानून का पालन करने पे मजबूर करता है और अपराध करने से रोकता है प्रशासन और पुलिस के लोगों को, वही वहां पे लोगों में कॉन्फिडेंस इंस्टिल कर सकता है. लोग वोट देने बाहर आएंगे, तभी तो कोई जीतेगा और हारेगा. പിന്നെ മൂപ്പര് ഉത്തർപ്രദേശിലത്തെ റാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് മത്സരിക്കുന്നത്. അവിടെ നിന്ന് മത്സരിക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് പറയുന്നത്, ഈ റാംപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സാധാരണഗതിയിൽ ഈ ജനങ്ങൾ ആരും തന്നെ വോട്ട് ചെയ്യാൻ പോവാറില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ വോട്ട് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയാൽ ഉടനെ തന്നെ പോലീസുകാർ വന്നിട്ട് തല്ലി ചതച്ചിട്ട് ഓടിച്ചു വിടും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രദേശത്ത് പോലീസ് ഭരണമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് എന്നെ പോലത്തെ ഒരാൾ മത്സരിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു ധൈര്യമാവും, വീടുകളിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവർ വോട്ട് ചെയ്യാൻ വേണ്ടി വരും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്ഥലത്ത് നിൽക്കുന്നത് എന്നാണ് മഹമ്മൂദ് പ്രാച്ച പറയുന്നത്. और ईवीएम को तो चुनाव आयोग किसी के भी हाथ में देने को तैयार नहीं है, ये बात तो सबको पता है. चुनाव आयोग तो पॉलिटिकल पार्टीज को भी ईवीएम हाथ में देने को तैयार नहीं होता, दिखाने को तैयार नहीं होता और मिलने का भी टाइम नहीं दे रहा कांग्रेस पार्टी को और दूसरी बड़ी बड़ी पार्टियों को, अपोजिशन पार्टीज को मिलने का भी टाइम नहीं देता. ईवीएम की मशीन तो हाथ में देगा कैसे? हाथ में लेने का एक ही तरीका था ईवीएम की मशीन को, वो था कि खुद चुनाव लड़ा जाए. പിന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള മറ്റൊരു കാരണം പറയുന്നത്, അതായത് ഈ വോട്ടിംഗ് മെഷീൻ ആരുടെ കയ്യിലും കൊടുക്കൂലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വലിയ വർത്താനം പറയും, ഇത് ഒരിക്കലും ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും, പക്ഷെ ആർക്കും തന്നെ അത് പരിശോധിക്കാൻ കൊടുക്കൂല. അപ്പൊ ഈ ഒരു വോട്ടിംഗ് മെഷീൻ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സ്വയം മത്സരിച്ചാൽ മാത്രമാണ് കൊടുക്കുള്ളൂ. അതായത് ഒരു മത്സരാർത്ഥിക്ക് മാത്രമാണ് ഇത് പരിശോധിക്കാൻ വേണ്ടി കൊടുക്കുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് മഹമ്മൂദ് പ്രാച്ച ഇവിടെ പറയുന്നത്. मशीनों के जरिए से वोट दिलवाओ, क्योंकि मशीन के अंदर क्या हो रहा है नंगी आंखों को नजर नहीं आता. तो एक ही वोटर्स वेरीफाइबल पेपर और ट्रेल का एक ही तरीका है जो सबसे सेफ है, वो क्या है? पेपर बैलेट. तो हम वीवीपैट को क्या बोल रहे हैं? वीवीपैट नहीं, जो ये मशीनों का वीवीपैट है, सबसे अच्छा वीवीपैट है पेपर बैलेट. പിന്നെ മൂപ്പർ പറയുന്നത് ഈ വിവിപാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം വോട്ടേഴ്സ് വേരിയബിൾ എന്നൊരു പേപ്പറാണ്. അത് ഏറ്റവും നല്ലത് ബാലറ്റ് പേപ്പർ മാത്രമാണ്, അല്ലാതെ മെഷീൻ അല്ല എന്നാണ് പറയുന്നത്. കാരണം ബാലറ്റ് പേപ്പറും വിവിപാറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാലറ്റ് പേപ്പറിൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ചില പദ്ധതികളാണ് മുമ്പ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതായത് ഒരു
മത്സരാർത്ഥിക്ക് പോയിട്ട് കേസ് കൊടുക്കുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവും. അതായത് കണ്ടു നിൽക്കുന്നവരെക്കാൾ നല്ലതല്ലേ ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്ന ആള്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ മുമ്പ് തീരുമാനിച്ചത് എന്നാണ് പറയുന്നത്. पहली बात ये, हाथ में लेके अगर बॉक्स में ही डालना है तो ये मशीनों का झंझाल, हजारों करोड़ की, करीब 1 लाख की तो मशीनें बन जाती है ना एक सेट. 3 मशीनों का सेट ही 1 लाख में बनता होगा या 50,000 में बनता होगा. तो पेपर बैलेट से चुनाव कराने में कितना पैसे लगते होंगे? 1 रुपया भी नहीं लगेगा एक वोट का. പിന്നെ പറയുന്നത് കുറെ ആൾക്കാർ പറയുന്നത് VVPAT മെഷീനിൽ നിന്ന് വരുന്ന പ്രിന്റ് ഉണ്ടല്ലോ, അത് ഓരോ വോട്ടർമാരുടെ കയ്യിൽ കൊടുക്കുക, എന്നിട്ട് അവരിങ്ങനെ നോക്കിയിട്ട് ഒരു പെട്ടിയിലിടും എന്നാണ് പറയുന്നത്. ആ ഒരു സംഗതി എന്തിനാണ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. കാരണം അത് തന്നെയല്ലേ ബാലറ്റ് പേപ്പറിലുള്ള തെരഞ്ഞെടുപ്പും. ബാലറ്റ് പേപ്പർ കിട്ടുന്നു, അതിൽ കുത്തിയിട്ട് നേരെ പെട്ടിയിലേക്ക് ഇടുന്നു. എന്തിനാണ് ഒരു 3 യന്ത്രം നിരത്തി വെച്ചതിന് ശേഷം അതിൽ നിന്നൊരു പ്രിന്റ് വന്ന് ആ ഒരു പ്രിന്റ് നോക്കിയിട്ട് എന്തിനാണ് ഒരു പെട്ടിയിലിടുന്നത്? ഈ വക എല്ലാ തലവേദനയും ഒഴിവാക്കിയിട്ട് എല്ലാതും ഒഴിവാക്കി എന്നിട്ട് വെറും പേപ്പർ, ബാലറ്റ് പേപ്പർ ആക്കുക, അതാണല്ലോ ഏറ്റവും നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണെന്നല്ലേ പലരും പറയുന്നത് VVPAT-ിലത്തെ ഒരു പ്രിന്റ് ഉണ്ടല്ലോ അത് കയ്യിൽ കൊടുക്കണമെന്ന് പലരും പറയുന്നുണ്ട്. അത് മഹാവെട്ടിത്തരമാണ്. दूसरी बात यह है कि थर्मल प्रिंटिंग एक चीज होती है. कल मेरी US में भी बात हो रही थी किसी से. ऐसी टेक्नोलॉजी आराम से आ जाती है कि जो ये ऊपर से जो नजर आएगी थर्मल प्रिंटिंग, वो 6 घंटे 7 घंटे या 2 हफ्ते में गायब हो जाएगी. 2 हफ्ते से ज्यादा ही टाइम लगना है ना काउंटिंग में. പിന്നെ ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. അതായത് തെരഞ്ഞെടുപ്പ് യന്ത്രത്തിൽ വരുന്ന ഏറ്റവും വലിയ ഫോൾട്ടാണ് അതിൽ തെർമൽ പ്രിന്റ് ആണ്. അതായത് ചൂട് കൊണ്ടാണ് അതിൽ അക്ഷരങ്ങൾ തെളിയുന്നത്. അങ്ങനെ തെളിഞ്ഞ അക്ഷരങ്ങൾ 2-3 ദിവസം കഴിയുമ്പോൾ മാഞ്ഞു പോകുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ പ്രിന്റ് വോട്ടർ നോക്കിയിട്ട് ഒരു പെട്ടിയിലിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ എണ്ണുന്നത് 50 ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പൊ ഈ 50 ദിവസം കഴിയുമ്പോഴേക്കും അത് മാഞ്ഞു പോകൂലേ? പിന്നെ അത് വലിയ പ്രശ്നം. പിന്നെ പറയും ഞങ്ങളുടെ മോദി ജയിച്ചു എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അതും ശരിയല്ല എന്നാണ് ഈ മഹ്മൂദ് പ്രാച്ച പറയുന്നത്. ये हमने चिट्ठी इलेक्शन कमीशन को लिखी कि आप रामपुर लोकसभा चुनाव में, ये मैं तभी कर सकता था जब मैं एक्चुअल इलेक्शन में हूँ. तो ये मेरी वजह थी. मैं आप सब लोगों को दिखा रहा हूँ, आप लोग देख लें. ये इसका आप अच्छे से क्लोजअप ले लें सब लोग. मैंने 28 मार्च को ये चिट्ठी लिख दी कि मैं रामपुर में चुनाव चाहता हूँ सेक्शन 59 और सेक्शन 61 से. वो ये कहता है कि चुनाव सिर्फ मतपत्र से होंगे. ईवीएम से जब चुनाव होंगे, जब किसी एक कॉन्स्टिट्यूएंसी में इलेक्शन कमीशन ये कहेगा कि यहाँ पे पेपर बैलेट से चुनाव नहीं हो सकते, ये उसकी मजबूरियां हैं या रीजंस हैं, यहाँ पे ईवीएम से चुनाव होगा. तो हमें ये बता दें, ये मैंने इस चिट्ठी में लिखा कि आप यहाँ पर ईवीएम से चुनाव क्यों कराना चाहते हैं, पेपर बैलेट से चुनाव क्यों नहीं कराना चाहते, और मतलब ईवीएम से चुनाव ही क्यों कराना चाहते हैं, इसका क्या आपने कोई ऑर्डर निकाला है? മറ്റൊന്ന്, ഒരു മത്സരാർത്ഥിക്ക് മാത്രമാണ് ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമാവലി കയ്യിൽ കൊടുക്കുകയുള്ളൂ. അങ്ങനെ ആ നിയമാവലി കയ്യിൽ കിട്ടി നോക്കിയപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ബാലറ്റ് പേപ്പർ കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടത്തണം. ഇനി ഏതെങ്കിലും 1-2 സ്ഥലത്ത് ബാലറ്റ് പേപ്പർ കൊണ്ട് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് മാത്രമാണ് വോട്ടിംഗ് മെഷീൻ പാടുള്ളൂ എന്ന് ആ ഒരു നിയമാവലിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനത്തെ സ്ഥലത്താണ് മുഴുവൻ ഇന്ത്യയിലും ഈ യന്ത്രം വെച്ചത് നടത്തുന്നത് എന്നാണ് മുമ്പ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെതിരെ ഒരു പെറ്റീഷൻ ഓൾറെഡി സുപ്രീം കോടതിയിൽ കൊടുത്തു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ സാധ്യമാവണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു മത്സരാർത്ഥി ആവണം. എന്നാൽ മാത്രമാണ് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കയ്യിലേക്ക് കൊടുക്കുക തന്നെയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് മത്സരിക്കുന്നത് എന്നൊക്കെയാണ് മഹ്മൂദ് പ്രാച്ച പറയുന്നത്. ये चुनाव आयोग जो है, ये हमारी इस एप्लीकेशन का जवाब नहीं दे रहा है. आप इनको बोलें कि जवाब दें. जैसे ही चुनाव आयोग ये जवाब देगा, उसको देना पड़ेगा. उसके पास कोई रीजन नहीं होगा ये कहने का कि पेपर बैलेट से चुनाव क्यों नहीं होने चाहिए, और वो पूरी तरीके से हमारे कानूनी जाल में फंस जाएगा इलेक्शन कमीशन. तो ये एक हमने किया. सुप्रीम कोर्ट में मैंने आपको बता ही दिया कि हमने बोला है VVPAT सिर्फ पेपर बैलेट ही हो सकता है. പിന്നെ മുമ്പ് പറയുന്നത്, അതായത് ഈ ഒരു പെറ്റീഷൻ കൊടുത്തു, സുപ്രീം കോടതിയിൽ കൊടുത്തു, പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൊടുക്കണമല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ സ്ഥലത്തും ബാലറ്റ് പേപ്പർ കൊണ്ട് തെരഞ്ഞെടുപ്പ് നടക്കണം എന്ന് നിയമാവലിയിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് യന്ത്രം ഉപയോഗിക്കുന്നു എന്നുള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ടില്ല ഇതുവരെ. അപ്പോൾ മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പെറ്റീഷൻ സുപ്രീം കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ സുപ്രീം കോടതി ചോദിക്കും എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്. അങ്ങനെ ആ ഒരു നിയമത്തിന്റെ വലയിൽ കുടുക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയുണ്ടാവില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്. പിന്നെ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്നൊക്കെയാണ് മഹ്മൂദ് പ്രാച്ച പറയുന്നത്. अगर पॉलिटिकल पार्टीज अब भी हमारा साथ दें, अगर हम सड़कों पे उतर आए, तो मेरे इन सबूतों की बुनियाद पे चुनाव आयोग को अब भी, आज से भी इलेक्शन पेपर बैलेट से ही कराएंगे. लेकिन उसके लिए सड़क पे आना पड़ेगा. मैं बार बार ये बोल रहा हूं कि सुप्रीम कोर्ट खुद ये कह चुकी है 2018 में हमारे ऊपर दबाव है. अगर हम जन आंदोलन, हमने बहुत प्रदर्शन कर लिए सुप्रीम कोर्ट पे, और उसका मैं समझता हूं सुप्रीम कोर्ट को भी एक ताकत मिली होगी कि जन आंदोलन हमारे फेवर में है, जनता हमारे साथ है, पूरा देश हमारे साथ है. तो हमारे को कोई डर नहीं होना चाहिए कोई भी ऑर्डर पास करने में. പിന്നെ മൂപ്പര് പറയുന്നത് ഇപ്പോഴും വൈകിട്ടില്ല.
ഇപ്പോഴും പ്രതിപക്ഷ പാർട്ടിക്കാർ എല്ലാവരും തെരുവിൽ ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ ഈ ഒരു യന്ത്രം ഞങ്ങൾക്ക് വേണ്ട, ബാലറ്റ് പേപ്പർ വേണം എന്ന് പറഞ്ഞൊരു സമരത്തിന് തയ്യാറാവുകയാണെങ്കിൽ ഇപ്പോഴും നിമിഷങ്ങൾക്കകം തന്നെ ബാലറ്റ് പേപ്പറിൽ തിരഞ്ഞെടുപ്പ് നടത്താൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർബന്ധിതരാവും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതിക്കും ഒരു ധൈര്യം വരുമല്ലോ. കാരണം ഇന്ത്യയിലെ ജനങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തോന്നുമ്പോൾ അവരും അനുകൂല വിധി പ്രഖ്യാപിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ പ്രതിപക്ഷ പാർട്ടിക്കാർ ആരും ഇറങ്ങാത്തത് കൊണ്ട് കോടതിക്കും ഒരു സംശയത്തിന്റെ ഒരു ഇതാണുള്ളത്. അതുകൊണ്ടാണ് വിധികൾ പ്രഖ്യാപിക്കാത്തത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. Any tampering of ECI EVM by coded signals or by wireless, Bluetooth or Wi-Fi is ruled out as EVM does not have any radio frequency communication capability, hence communication through Wi-Fi, Bluetooth etc. तो जब ये इंटरनेट से कनेक्ट होगा SLU के टाइम पे, सिंबल लोडिंग यूनिट के टाइम पे, तब तो ये सब नहीं रहेगा ना. स्टैंड अलोन नॉन नेटवर्क मशीन. अब नॉन नेटवर्क मशीन का क्या होता है, मतलब कि वो स्टैंड अलोन है, एक मशीन है तो एक ही है, उसके साथ और कनेक्शन नहीं हो सकता किसी दूसरी मशीन का, यही मतलब होता है ना. विच कैन बी कनेक्टेड टू, अगला सेंटेंस ये है, नॉन नेटवर्क विच कैन बी कनेक्टेड टू ईवीएम कंपोनेंट्स ओनली. और वो क्या है, CU कंट्रोल यूनिट, BU बैलेट यूनिट, वीवीपैट यानी कि ये जो वीवीपैट की मशीन है, और SLU क्या होता है, SLU से भी कनेक्ट हो सकती है. ये കൺഫെഷൻ में तो कहूंगा इलेक्शन कमीशन ने खुद हमें लिख के दिया है. പിന്നെ ആ നിയമാവലിയിൽ പറയുന്നത് ഈ വോട്ടിംഗ് മെഷീൻ ആ 3 പെട്ടിലല്ലോ, അത് മറ്റൊരു സംഗതിയുമായിട്ട് ഒരു തരത്തിലും കണക്ട് ചെയ്യാൻ സാധ്യമല്ല എന്നാണ് പറയുന്നത്. വൈഫൈ ആയിട്ടോ ബ്ലൂടൂത്ത് ആയിട്ടോ കണക്ഷൻ ആയിട്ടോ ഇന്റർനെറ്റ് ആയിട്ടോ ഒന്നും തന്നെ ബന്ധിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ആ ഒരു നിയമാവലിയിൽ പറയുന്നുണ്ട്. അപ്പൊ അതിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റാണ് അടുത്ത വീഡിയോയിൽ മുമ്പ് പറയുന്നത്. കേട്ടു നോക്കാം. उसके बाद लोग आते हैं जो प्राइवेटली एंगेज्ड होते हैं, वो लैपटॉप लाते हैं, पेन ड्राइव लाते हैं और कनेक्ट करते हैं लैपटॉप को इलेक्शन कमीशन ऑफ इंडिया की वेबसाइट से, जहां पे हर कॉन्स्टिट्यूएंसी के जो कैंडिडेट होते हैं और उनके सिंबल होते हैं उसको वो डाउनलोड करते हैं अपने लैपटॉप में, उसको पेन ड्राइव में लेते हैं और उसको फिर ये हर एक ईवीएम की मशीन में घुसाते हैं, डालते हैं, डाउनलोड करते हैं. तो हो गया ये पेन ड्राइव ईवीएम से कनेक्टेड हो गया. अब स्टैंड अलोन रहा. अब तो ये पूरी दुनिया में सबसे कनेक्ट हो गया ना ईवीएम से कनेक्ट होते ही. പിന്നെ പറയുന്നത്, അതായത് ഇവരുടെ നിയമവലിയിൽ പറഞ്ഞത് എന്താണ്, ഈ വോട്ടിംഗ് മെഷീൻ ഒരു സാധനവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇവിടെയാണ് പ്രധാനപ്പെട്ട പോയിന്റ്. കാരണം ഈ വോട്ടിംഗ് മെഷീൻ എല്ലാ പോളിംഗ് ബൂത്തിൽ എത്തിയതിനു ശേഷമാണ് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ നിന്ന് ഈ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ, അവരവരുടെ ലാപ്ടോപ്പ് ഓൺ ആക്കിയിട്ട് അതില് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് തുറക്കും. തുറന്നു കഴിഞ്ഞതിന് ശേഷം ഒരു ഫ്ലാഷ് മെമ്മറി എടുത്തിട്ട് ഈ ലാപ്ടോപ്പിൽ കുത്തിയിട്ട് ഈ വെബ്സൈറ്റിൽ നിന്നുള്ള പ്രോഗ്രാം അതിലേക്ക് ഡൗൺലോഡ് ചെയ്യും, ആ ഒരു ഫ്ലാഷ് ഡ്രൈവിലേക്ക്. എന്നിട്ട് ഈ ഫ്ലാഷ് ഡ്രൈവ് ഈ പറയുന്ന വോട്ടിംഗ് മെഷീനിലേക്ക് കുത്തിവെക്കും. അപ്പോഴാണല്ലോ പ്രോഗ്രാം ആയിട്ട് കയറുള്ളൂ. ഈ വിവരങ്ങളൊക്കെ ഈ പറയുന്ന ചിഹ്നങ്ങളും മറ്റും മറിച്ചൊക്കെ അപ്പോഴല്ലേ കയറുള്ളൂ. ഇന്ന നമ്പറിൽ ഇന്ന ആളെന്നൊക്കെ അപ്പോഴേ കയറുള്ളൂ. ഈ കയറലില് ഈ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, ഈ പ്രോഗ്രാമിൽ എന്തൊക്കെ സോഴ്സ് കോഡാണെന്ന് ആർക്കും അറിയില്ലല്ലോ. ഇത് ഡൗൺലോഡ് ചെയ്യുന്നു, നേരെ കുത്തിവെക്കുന്നു, പിന്നെ അതിനനുസരിച്ചാണ് ഈ ഒരു വോട്ടിംഗ് യന്ത്രം പ്രവർത്തിക്കുക. അപ്പോൾ ഇതേ നിയമാവലിയിൽ കുറച്ച് നേരത്തെ എന്താ പറഞ്ഞത്, വോട്ടിംഗ് മെഷീൻ ഒന്നിനുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു ഫ്ലാഷ് ഡ്രൈവ് ബന്ധിപ്പിച്ചല്ലോ. ഈ ഫ്ലാഷ് ഡ്രൈവ് ആണെങ്കിലോ വരുന്നത് ഇന്റർനെറ്റിലത്തെ പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്തുകൊണ്ടാണ്. ഇതിൽ വല്ല പ്രോഗ്രാമുകൾ, അതായത് BJP-കാരനെ ജയിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലോ ആർക്കും അറിയില്ലല്ലോ. ആരപ്പോൾ ഇത് തൊട്ട് നോക്കാൻ പോകുന്നത്, ഇത് തെരഞ്ഞെടുക്കാൻ ആരെയും സമ്മതിക്കൂലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ട്രാൻസ്പെറന്റ് അല്ല എന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ മത്സരിക്കണം. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഇതൊക്കെ കയ്യിൽ കിട്ടിയത്, ഈ നിയമാവലിയും കാര്യങ്ങളും കയ്യിൽ കിട്ടിയത്. ഇനി വോട്ടിംഗ് മെഷീനും കയ്യിൽ കിട്ടും എന്നാണ് ഉപ്പർ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് നിന്നത് എന്ന് മുഹമ്മദ് പ്രാച്ച തെളിയിക്കുന്ന ഒരു പത്രസമ്മേളനമാണിത്. ഇനി ഈ ഒരു സംഭവത്തിന് ശേഷം ഒരു വാർത്ത വന്നു. ആ വാർത്തയാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എന്താണ്, അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു ഇന്നലെ. കണ്ടില്ല, അതാണ് വാർത്ത. എങ്ങനെയുണ്ട്? അപ്പൊ ഒന്നും ഹാക്ക് ചെയ്യാൻ പറ്റൂല. അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റ് അടക്കം ഹാക്ക് ചെയ്യാം, ലോകത്തെല്ലാം ഹാക്ക് ചെയ്യാം. പക്ഷെ ഈ ഒരു വോട്ടിംഗ് യന്ത്രം മാത്രം ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പറഞ്ഞ് നടക്കുകയാണ്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കാം വലിയൊരു വഞ്ചന വരാൻ പോകുന്നുണ്ട്. ഈ BJP-നെ എങ്ങനെ ജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ യന്ത്രം തന്നെ വേണമെന്നുള്ള വാശിയിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉള്ളത് എന്ന് അതിൽ തന്നെ വളരെ വ്യക്തമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ ചില സംസ്ഥാനങ്ങളിൽ പോലീസുകാർ സ്വമേധയാ കേസെടുത്തു എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്നത് എന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഈ സുപ്രീം കോടതിയിലത്തെ അഭിഭാഷകന്മാരൊക്കെ എന്താ നുണ പറയുകയാണോ ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ?
ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ, പത്രക്കാരുടെ മുമ്പിലാണല്ലോ പോയി സംസാരിക്കുന്നത്. അവർക്ക് നുണ പറയാണോ? അപ്പൊ മനസ്സിലാക്കേണ്ടത് സത്യം മൂടി വെക്കാനും സത്യത്തിനെ അടിച്ചമർത്താനും വേണ്ടിയിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ കേൾക്കുന്ന ഒരുപാട് വാർത്തകൾ നുണ വാർത്തകളാണ്. അതായത് ഓരോരോ സർവേ നടത്തുന്നുണ്ട്. ഈ സർവേയിൽ നോക്കാം, ആ സർവേയിൽ നോക്കാം, ആ മോദിക്ക് ഭയങ്കരമായിട്ടുള്ള പ്രശസ്തി അങ്ങനെ എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഗ്രൗണ്ട് ലെവലിൽ ഒരു BJP തരംഗവും ഇന്ത്യയിൽ എവിടെയും തന്നെ ഇല്ല. മറിച്ച് BJPക്ക് എതിരെയുള്ള തരംഗം മാത്രമേ ഉള്ളൂ എന്ന് വളരെ വ്യക്തവുമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.